ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കിച്ചണിലോട്ട് രാവിലെ കയറിയപ്പോൾ ഒരു 4:45 സമയം. അപ്പോൾ രാവിലത്തെ നമ്മുടെ സ്ഥിരം പരിപാടി ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആട്ടോ ഉണ്ടാക്കുന്നത്. സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം തലേദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ജോലിയൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിൽ ഒന്ന് രണ്ട് കോവയ്ക്കും തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ മുഴുവത്തോടെ വെക്കുവാട്ടോ ചെയ്തത്. അത് കോവയ്ക്ക ഇപ്പോൾ അരിഞ്ഞിട്ടു, പിന്നെ തക്കാളി ഒരു പകുതി വേവാകുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറിന് വേണ്ടുന്ന പരിപ്പൊന്നും തലേദിവസം കുതിർത്ത് വെച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് വേകുന്ന ആ ഒരു പരിപ്പില്ലേ, അതാണ്. അതിപ്പോൾ ഡയറക്റ്റ് കഴുകിയിട്ട് കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തിളച്ച് ചാടാതിരിക്കാനായിട്ട് കട്ടിയുള്ളൊരു സ്പൂണും എല്ലാം ഇട്ടതിന് ശേഷം കുക്കറിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ തിളച്ച് ചാടില്ല. സ്പൂൺ ഇടുമ്പോൾ സ്റ്റീലിൻ്റെ കട്ടിയുള്ള സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പണി തുടങ്ങുകയാണ്. പാത്രമൊക്കെ നേരത്തെ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. എന്നാലും ഞാൻ ഉപയോഗിക്കുന്ന സമയത്തൊന്ന് കഴുകിയെടുക്കും കേട്ടോ, ഒരു സമാധാനത്തിന് വേണ്ടി. ഒന്നുമില്ല, എന്നാലും ഒന്ന് കഴുകിയിട്ട് വെക്കും കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ ഇഡ്ഡലി കുക്കർ ഇവിടെ ഉണ്ട്, പക്ഷേ അതിനകത്ത് ചെറിയ ഇഡ്ഡലി കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ഇതാകുമ്പോൾ കുറച്ച് വലുതാണല്ലോ, അതുകൊണ്ടാണ് ഈ അലുമിനിയത്തിൻ്റെ എടുത്ത് വെക്കുന്നത്. ഇനി ഇഡ്ഡലിക്കുള്ള മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു 9-10 ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു പ്രാവശ്യം. സ്റ്റീലിൻ്റെ അതിനേക്കാളും കൂടുതൽ പറ്റും, എന്നാലും തീരെ ചെറിയ ഇഡ്ഡലിയാണ് കിട്ടുക കേട്ടോ. കട്ടിയും കുറവായിരിക്കും. വലിയ കുഴിയൊന്നുമല്ല, ചെറിയ കുഴിയാണ്. ഇനി അതെല്ലാം വേകുന്ന ഒരു സമയം കൊണ്ട് എഴുന്നേറ്റ് പോയ സമയത്ത് ബെഡൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇടാനായിട്ട് വന്നു. അടുക്കളയിൽ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നിവർത്തിയിടുന്നേ ഉള്ളൂ. അടിക്കലും വാരലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇന്നലെ തറയെല്ലാം തുടച്ചിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് റൂമൊക്കെ ഒന്ന് തൂത്തിടാനേ ഉള്ളൂ. പിന്നെ അലമാരിയിൽ ഇന്നലെ അലക്കി ഉണങ്ങി വെച്ച കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ മടക്കാനായിട്ട്, വെറുതെ കൊണ്ടിട്ടേക്കുമായിരുന്നു. അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം വന്നിട്ട് ഇഡ്ഡലി വെന്തതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി സാമ്പാറിനുള്ള കടുകൊക്കെ താളിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് കുക്കറിന് വിസിൽ വന്നപ്പോൾ ഒരു ശകലം പോലും തിളച്ച് ചാടിയിട്ടില്ല കേട്ടോ, സ്പൂൺ ഇട്ട് കൊടുത്തതുകൊണ്ടാണ്. ഇനി സാമ്പാറിനുള്ള കടുക് താളിക്കുവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ പാത്രം അടുപ്പിലും ഗ്യാസിലും ഇൻഡക്ഷനിലൊക്കെ വെക്കാൻ പറ്റുന്ന കൂട്ട് പാത്രമാണ് കേട്ടോ. കടുകും പൊട്ടിച്ചു, ഉലുവയും പൊട്ടിച്ചു, പിന്നെ കുറച്ച് ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടു, പിന്നെ വെണ്ടയ്ക്കയും തക്കാളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടി കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ കുക്കറിൻ്റെ വിസിൽ പോയി കഴിയുമ്പം ആ കഷ്ണങ്ങളൊക്കെ അതിനകത്തോട്ട് ഒഴിക്കാം. പിന്നെ മോൻ ഇതാ സ്പോർട്സിന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അവിടെ 6:15 കേട്ടോ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ കേട്ടോ. താഴേന്നൊരു കൊച്ചും കൂടെ ഉണ്ട്, രണ്ടുപേരും കൂടി ഒപ്പമാണ് പോണത്. പിന്നെ അതാ കുക്കറിൻ്റെ വിസിലൊക്കെ പോയപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു, ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും മല്ലിയിലയൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിയും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടയ്ക്ക് പോകേണ്ട സമയമായി, ചേട്ടായി കഴിച്ചുകൊണ്ട് ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇനി രണ്ടാം പ്രാവശ്യവും കൂടി കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് വേകുന്ന അരിയാണ്, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വെച്ചേക്കുന്നത് കേട്ടോ. സ്കൂളിൽ ഒരു 9:30 എത്തിയാൽ മതി. ഇപ്പോൾ വെച്ചാലും വെന്ത് കിട്ടുവേ. പിന്നെ അതാ നമ്മുടെ രാവിലത്തെ സീനറി കണ്ടോ, മരത്തിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് നോട്ട് ബുക്കിലുള്ള അതേ പടങ്ങളാണ് കേട്ടോ കാണുന്നത് സീനറി ആയിട്ട്. രാവിലെ 4:45 ആയപ്പോൾ എഴുന്നേറ്റത് കൊണ്ട് തന്നെ തിരക്ക് പിടിച്ച പണികളൊന്നുമില്ല കേട്ടോ. വെറുതെ ഇരിക്കാനും ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ ഉള്ള സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ റബ്ബറിൻ്റെ ഇലയൊക്കെ നല്ല രീതിയിൽ പൊഴിഞ്ഞ് കിടപ്പുണ്ട്, ഒരു മരത്തെ പോലും ഇലയില്ല കേട്ടോ, ആ രീതിയിലുള്ളത്. അപ്പോൾ പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തുള്ള വീട്ടിലൊന്നും ആരും എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പം എഴുന്നേറ്റിട്ട് നേരത്തെ പണിയും കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങുന്നതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഒരു വെട്ടവും കാണുന്നില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് കൊന്ന പോലത്തെ ഒരു പൂവാണ് കേട്ടോ, വെള്ള കളറായിട്ട് നല്ല ഭംഗിയാണത് വിരിഞ്ഞ് പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട്. പിന്നെ എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് വന്നു എല്ലാം നോക്കാനായിട്ട്. പിന്നെ കറിക്കുള്ള കുറച്ച് ചീരയൊക്കെ പറിക്കാനുണ്ടായിരുന്നു, അത് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മുളകൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ കുറ്റി അമരപ്പയറാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്, കറി വെച്ചിട്ടും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ചീരയാണ് ഇന്ന് കറിക്കായിട്ട് എടുക്കുന്നത്. പൊന്നാങ്കണ്ണി ചീരയില്ലേ, അതാണ്. ഈ കാണുന്നത് ഒരു വെറൈറ്റി പാവലാണ് കേട്ടോ. ഇവിടെയൊക്കെ മരുന്ന് പാവയ്ക്കാന്നാണ് പറയുന്നത്. ഇത് ഇത്രേ ആകുള്ളൂ കേട്ടോ, ഇതിൽ കൂടുതൽ വലിപ്പം വെക്കത്തില്ല. കാട്ടുപാവലല്ല, കാട്ടുപാവലാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വലിപ്പം വെക്കും കേട്ടോ. തോരൻ വെക്കാനും ചാറ് വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാവയ്ക്കയാണ്. അത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം നിന്ന് കായ്ച്ചോളൂ കേട്ടോ. ഒരു 1-2 ചോടൊക്കെ നട്ടു കൊടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതാ ചീര പറിച്ചെടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തോരൻ വെക്കാനായിട്ട്, പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇത് കറി വെച്ചിട്ടില്ല, എൻ്റെ അടുത്ത് ഈ ചീര ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ നിന്നൊരു ചേച്ചി ഒരു തണ്ട് തന്നിട്ട് ഞാനത് ഒടിച്ചൊടിച്ച് അങ്ങനെ മാറ്റി നട്ടതാണ്. പിന്നെ ഇതാ ഇത് വള്ളിയമരയാണ് കേട്ടോ. കയ്പൊന്നുമില്ല, നമുക്ക് ബീൻസൊക്കെ പോലെ തോരൻ വെക്കാനായിട്ട് നല്ലതാണ്. 1-2 വിത്ത് പാകിയാൽ തന്നെ നിറച്ചും പന്തലായിട്ട് കായ്ക്കും കേട്ടോ. അപ്പോൾ ഒരു തണ്ടേ തന്നെ ഒരു 4-5-6 ബീൻസ് ഇങ്ങനെ കൊലകൊലയായിട്ടാട്ടോ പിടിക്കുന്നത്. നമുക്ക് ഒരു ചോട് നട്ടാൽ തന്നെ വീട്ടിലോട്ട് ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി വരും കേട്ടോ. അപ്പം അതൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പൂവാണ് അതിൻ്റെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ചീരയാണ് ഞാൻ പറിച്ചെടുത്തത് കേട്ടോ. ഇനിയും അതിനകത്ത് തണ്ട് ഒടിച്ചെടുക്കാനുള്ളതുണ്ട്, എന്നാലും ആവശ്യത്തിനാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പുറത്തോട്ടൊക്കെ ഇത്രയും ചീരയ്ക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് 200 രൂപ 300 രൂപയുടെ ഒക്കെ അടുത്താവും. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ചീരയ്ക്ക്, കാരണം ഇപ്പോൾ അത് കിട്ടാനില്ലല്ലോ.
പിന്നെ ഈ ഇടയ്ക്കായിട്ട് യൂട്യൂബിനകത്ത് ഇത് ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. പിന്നെ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേസ്റ്റായിട്ടൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇല തന്നെയാണ്. പിന്നെ തണ്ട് കുറച്ച് വലിപ്പമുള്ളതൊക്കെ ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പിന്നെ നട്ട് വെച്ചാലും നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഒടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതും അരിഞ്ഞെടുക്കാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടാണ്. പിന്നെ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ മാവൊക്കെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ചീരത്തോരൻ വെക്കാനായിട്ട് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് പരിപ്പോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. അപ്പം ഞാനിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ വേണ്ടി മറ്റൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാധാ പച്ചച്ചീരനെയും ചുമന്ന ചീരനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണ്, നമ്മൾ വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊരു കയ്പ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ കയ്പ്പൊന്നുമില്ല, ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു കയ്പ്പ് പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പം സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. 2 മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, 2 പേർക്ക് 1 മുട്ട വെച്ച് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ലഞ്ച് ബോക്സിലോട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ചോറും ചീരത്തോരനും പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും സാമ്പാറുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മോനിങ്ങനെ പാത്രത്തിൽ തന്നെ എല്ലാ കറികളും വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ സാമ്പാർ മറ്റൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, മോൾക്കും സെയിം കറി തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ലഞ്ച് എടുത്ത് വെച്ചിട്ടും ഇവിടെ ഒരുങ്ങുന്ന ഒച്ചയോ ബഹളമോ ഒന്നും കേൾക്കാത്തതുകൊണ്ട് ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടെ മുളക് വറുക്കിലാണ് കേട്ടോ. സ്കൂളിൽ പോകേണ്ട ടൈം ആയിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ കുരുമുളക് വറുക്കിലാണ്. ഇതിപ്പം മുളക് വറുക്കാൻ കാര്യമുണ്ട് കേട്ടോ. സ്പോർട്സിൻ്റെ സാർ എന്തോ ഒരു മോട്ടിവേഷൻ കഥ പറഞ്ഞു കേട്ടോ. സാറിന് ജോലി കിട്ടിയതും സാറ് ചെറുപ്പത്തിൽ ചെയ്ത പണികളൊക്കെ പറഞ്ഞു, അത് കേട്ടിട്ടെങ്ങാണ്ട് വന്നിട്ട് ഈ ചെയ്യുന്നതാണിത് അങ്ങനെ പറഞ്ഞായിരുന്നേ. അപ്പോൾ അതാണ് കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, സ്കൂളിൽ പോകാൻ ഏതാണ്ട് ഇനി ഒരു 30 മിനിറ്റിൻ്റെ അടുത്തുള്ളൂ കേട്ടോ, ഈ ഒരു സമയം കൊണ്ട് വേണം ഒരുങ്ങാനായിട്ട് കേട്ടോ. പറഞ്ഞിട്ടും നിർത്തുന്നില്ല. ആരെങ്കിലും ഒരു വള്ളിയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്തൊരു പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടിയിട്ടാണ് മുളക് പറിച്ചിടുന്നത് കേട്ടോ. നമ്മൾ തുണിയിൽ പറിക്കുന്നല്ല ഉണ്ടാക്കുന്നത്, ഇത് നേരെ ഓപ്പോസിറ്റാണ്, പ്ലാസ്റ്റിക് കവറിനകത്തോട്ടാണ് പറിച്ച് വെക്കുന്നത്. അപ്പോൾ മോൻ പറിച്ച മുളക് മോൾ ഇടുന്നിട്ട് തണ്ടെല്ലാം കളഞ്ഞിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ എന്താണ്ട് ഉണക്കി കാശ് മേടിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. മുളക് എന്താണ്ട് കവറിനകത്തിട്ടിട്ട് അടിക്കും എന്തോ ചെയ്തിട്ടുണ്ട്, എല്ലാം പൊട്ടിയിട്ടാണ് അവിടെ കിടക്കുന്നത് കുറേയൊക്കെ. അപ്പോൾ ഈ ഒരു ടൈപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്നെ പേറ്റും എന്തോ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് മേലൊക്കെ കഴുകിയിട്ട് ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ചങ്ങ് താമസിച്ചു. രാവിലെ പറമ്പിൽ കൂടെയൊക്കെ നടന്നിട്ട് അങ്ങനെ സമയം പോയി കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്, ഇഡ്ഡലിയും 1 ഗ്ലാസ് പാലുമാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയുടെ കോലമൊക്കെ അതേപോലെ ആയിട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ആരോ മൺകലം കഴുകുന്ന വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോറ് വെക്കുന്ന മൺകലം കേട്ടോ. അപ്പോൾ ഞാൻ മൺകലം കഴുകുന്നത് ഇതേപോലെയാണ്, കുറച്ച് ചാരം എടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മുടെ തേങ്ങാ ചകിരിയോ ഇല്ലെങ്കിൽ ഇതേപോലെ പാത്രം കഴുകുന്ന ചകിരിയോ എടുത്താൽ മതി. എന്നിട്ട് ചാരം ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ, നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. ആ ഒരു കരിയും വെച്ചിട്ട് തന്നെയാണ് ഈ കലത്തിൻ്റെ അകവും ഉരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് വെക്കുന്ന കലം നമ്മളിങ്ങനെ കഴുകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നിറച്ചും വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ, നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. മൺകലത്തിൽ ചോറൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, അപ്പോൾ അതൊക്കെ ഇല്ലാണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പം സോപ്പിനേക്കാളും നല്ലത് ഇതേപോലെ ചാരം ഒഴിച്ച് കലം കഴുകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ, നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഇതിവിടെ തീ കത്തിക്കുമ്പം ഇതിൻ്റെ ചുവട്ടിൽ മാത്രമേ തീ ആവുന്നുള്ളൂ, പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ടൊന്നും ആളി കത്തത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതിൻ്റെ ചൂട് ഭാഗത്ത് മാത്രം കരിയാവുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കലം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ പൂപ്പലൊക്കെ പിടിക്കാതിരുന്നോളും, നല്ലൊരു ഫ്രഷായിട്ട് തന്നെ കിട്ടും കേട്ടോ, സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്. പിന്നെ ഇത് മുകൾ ഭാഗം ഉണങ്ങിയതിന് ശേഷം തിരിച്ചു വെച്ചും ഉണക്കും കേട്ടോ. പിന്നെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തോട്ടം വരെ ഒന്ന് പോയി. ഇവിടെ അടുത്തൊക്കെ മരം മുറിക്കുന്ന സമയത്ത് ഞാൻ തോട്ടത്തിൽ വെറുതെ കാണാനായിട്ട് പോകലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് അടുത്തായതുകൊണ്ടൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഏകദേശം ഇത്രയും പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ തോട്ടത്തിൽ ഒരു ദിവസമൊക്കെ. കുറച്ച് പേര് അപ്പുറ ഭാഗത്തെങ്ങാണ്ടൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് തോട്ടത്തിലെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ അടുത്ത ഭാരത് ബെൻസിൻ്റെ ട്രക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലിനി പേരെഴുതാനും അതിനൊക്കെ ആയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ലോറി. അപ്പം എറണാകുളത്തു നിന്നായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പണിക്ക് വേണ്ടിയിട്ട് കൊല്ലത്തുനിന്ന് പോയി. അപ്പം ആദ്യം കാണിച്ചത് നമ്മുടെ ഇത് ഓടിക്കാനുള്ള ഡ്രൈവറെയാണ് കേട്ടോ, ഡ്രൈവറെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പേരൊക്കെ എഴുതിയതിന് ശേഷം ഇത് കൂത്തുപറമ്പിലോട്ട് പോയി. പിന്നെ കൂത്തുപറമ്പിൽ നിന്നാണ് നമുക്ക് ഡെലിവറി ആയത് കേട്ടോ. അപ്പോൾ ഇടയിൽ നിന്നുള്ള പേരാണ്, ടിപ്പറിൻ്റെ ഒരു പേര് തന്നെയാണ് ഇതിനും കൊടുത്തേക്കുന്നത്. അപ്പം തോട്ടത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഈ BTS വിക്ടറി എന്നുള്ള പേര് ഞാനിട്ടേക്കുന്നതാണ് കേട്ടോ, അത് പിന്നെ പറയാം. പിന്നെ ഇതൊക്കെയാണ് ലോറിയുടെ വിശേഷങ്ങൾ. പിന്നെ ഡെലിവറിയുടെ വീഡിയോ കേട്ടോ കാണിക്കുന്നത്. ഇത് കൂത്തുപറമ്പിൽ നിന്നാണ് പിന്നെ നമുക്കത് ഡെലിവറി ആയിട്ട് തന്നത് കേട്ടോ. ഇവിടുത്തെ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തതായിരുന്നു. പിന്നെ ആ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്.
അപ്പം ആ ചേട്ടൻ ആ പാക്കറ്റിൽ വണ്ടിയിൽ കൊണ്ടുവച്ച സാധനം ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ചേട്ടൻ ഇത് ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ ആദ്യം കൊല്ലത്തുനിന്ന് വണ്ടി കൊണ്ടുവന്നപ്പോഴൊന്ന് ഓടിച്ചായിരുന്നു. പിന്നെ ഇതൊരു ഫോർമാലിറ്റിക്ക് ഇവിടുന്ന് ഇവരിങ്ങനെ ഭാരത് ബെൻസിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ തരുന്നതാണ് കേട്ടോ, താക്കോൽദാനം അതും ഇതൊക്കെ ആയിട്ട്. അതിങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ നിൽക്കുന്ന 2 ചേട്ടന്മാരാണ് ചേട്ടയുടെ ചങ്ങായീസ് കേട്ടോ, അതാണ് ആ പേര്. പിന്നെ ലോറിയുടെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലോറി ഓടി തുടങ്ങിയിട്ടില്ല, നമ്മുടെ സ്വന്തം തോട്ടത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഇതാണ് അവിടുന്ന് കിട്ടിയ സാധനം. അപ്പോൾ ഈ പൊതിയിലുണ്ടായിരുന്നത് ഇതാണ് എമ്മി വാലിയുടെ എന്തോ 2-3 പ്രൊഡക്റ്റ് കേട്ടോ, ലേസ് പോലത്തെ 3 ടൈപ്പ് ലേസും പിന്നെ മുസ്ലിയുടെ മില്ലറ്റും കേട്ടോ. പിന്നെ ഒരു ചോക്ലേറ്റ്, ഒരു 5-6 ചോക്ലേറ്റ് കിട്ടാം. ശോകമാണ്. ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.